ബീഹാറിൽ ജെഡിഎസ് ബിജെപി സഖ്യ സർക്കാർ ഉടൻ അധികാരത്തിലേറുമെന്ന സൂചന. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ നാളെ ഗവർണറെ നേരിട്ട് വീണ്ടും കണ്ടേക്കും. നിതീഷുമായി വീണ്ടും സഖ്യം ചേരുന്നതിൽ അന്തിമ തീരുമാനം ബിജെപി ദേശീയ നേതൃത്വമായിരിക്കും കൈക്കൊള്ളുക. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ബീഹാറിലെത്തി. ജെഡിഎസ് പിന്മാറുന്നതോടെ പ്രതിസന്ധിയിലാണ് പ്രതിപക്ഷ സഖ്യം. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ബീഹാറിലേക്ക് കടക്കാനിരിക്കെയാണ് INDIA മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവ് നിതീഷ് കുമാർ വീണ്ടും BJPക്കൊപ്പം ചേരാനൊരുങ്ങുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായും BJP 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏറ്റെടുത്ത് പുതിയ മന്ത്രിസഭ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് സൂചന. ഇതിനായുള്ള ചൂടേറിയ ചർച്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുരോഗമിക്കുകയാണ്. RJD സഖ്യ സർക്കാർ പിരിച്ചുവിടുന്നതിനും സത്യപ്രതിജ്ഞ സമയം തീരുമാനിക്കുന്നതിനുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണറെ കാണുന്നതിന് സമയം ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ 19 MLA-മാരിൽ 10 പേരും BJP നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നതായും സൂചനകളുണ്ട്. വാതിലുകൾ ആരുടെ മുന്നിലും അടച്ചിട്ടില്ലെന്ന് BJP നേതാവ് സുശീൽ മോദി വ്യക്തമാക്കുമ്പോഴും നിതീഷ് കുമാറുമായി വീണ്ടും സഖ്യം രൂപീകരിക്കുന്നതിൽ BJP ദേശീയ നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ മുന്നണിയിൽ നിന്ന് പുറത്തുപോയതുകൊണ്ട് തന്നെ നിതീഷിന് മുൻപിൽ BJP കർശന ഉപാധികൾ വെച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനും ധാരണയുണ്ട്. ജനം, ഡൽഹി.